ആളുകൾ പറയാറുണ്ട്, ഒരു വളവ് ഡ്രിഫ്റ്റ് ചെയ്ത് കയറുന്നത് സാധാരണ രീതിയിൽ കയറുന്നതിനേക്കാൾ വേഗതയുള്ളതാണെന്ന്. പക്ഷെ അത് ശരിക്കും ശരിയാണോ? അതറിയാൻ അവർ ഒരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് മാസ്റ്ററെ വിളിച്ച് ചില പരിശോധനകൾ നടത്തി. ആദ്യം ജാമിയും ആദമും ഡ്രിഫ്റ്റ് ചെയ്യാൻ പഠിക്കേണ്ടിയിരുന്നു. തുടക്കത്തിൽ അവർക്കൊന്നും അറിയില്ലായിരുന്നു. ഡ്രിഫ്റ്റിംഗ് വളരെ സൂക്ഷ്മമായ നിയന്ത്രണം ആവശ്യപ്പെടുന്നു. എല്ലാം കൃത്യമായി ഒത്തുചേരുമ്പോൾ മാത്രമേ കർഷണം കാറിന് ആവശ്യമായ അപകേന്ദ്രബലം നൽകി അതിന്റെ പിൻഭാഗം ചുറ്റാൻ സഹായിക്കുകയുള്ളൂ. ദിവസങ്ങൾ നീണ്ട പരിശീലനത്തിന് ശേഷം അവർ ഒടുവിൽ അത് പഠിച്ചു. ഡ്രിഫ്റ്റ് സ്കൂളിൽ നിന്ന് ബിരുദം നേടി. തുടർന്ന് അവർ ഒരു അടച്ച റോഡിൽ ഒരു വലത് കോണീയ ടെസ്റ്റ് ട്രാക്ക് ഒരുക്കി. പദ്ധതി ലളിതമായിരുന്നു. സാധാരണ രീതിയിലും ഡ്രിഫ്റ്റ് ചെയ്തും വളവ് കയറുക. ഓരോ ഓട്ടത്തിന്റെയും സമയം നോക്കി ഏതാണ് വേഗതയേറിയതെന്ന് കണ്ടെത്തുക. കാർ മണിക്കൂറിൽ 45 മൈൽ വേഗതയിൽ വളവിലേക്ക് പ്രവേശിച്ചു. ആദം ആദ്യം സാധാരണ വളവ് കയറി 4 സെക്കൻഡ്. പിന്നെ അവൻ ഡ്രിഫ്റ്റ് ചെയ്യാൻ ശ്രമിച്ചു, അതും 4 സെക്കൻഡ്. അവർ ആവർത്തിച്ച് ഈ പരിശോധന നടത്തി, പക്ഷേ ഫലം ഒന്നുതന്നെയായിരുന്നു. അതിനാൽ അവർ ട്രാക്ക് മാറ്റി 180 ഡിഗ്രി വളവാക്കി. ഇത്തവണ സാധാരണ വളവ് കയറാൻ 8 സെക്കൻഡ് എടുത്തു, എന്നാൽ ഡ്രിഫ്റ്റ് ചെയ്യാൻ 9 സെക്കൻഡ് എടുത്തു. കെട്ടുകഥ തകരാൻ തുടങ്ങി. കാര്യങ്ങൾ കൂടുതൽ ശാസ്ത്രീയമാക്കാൻ അവർ ഒരു മുഴുവൻ ലാപ്പ് പരിശോധനയ്ക്കായി ഒരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റിംഗ് ട്രാക്കിലേക്ക് പോയി. ജാമി സാധാരണ വളവ് കയറി. അവന്റെ മികച്ച സമയം രേഖപ്പെടുത്തി, 1 മിനിറ്റും 54 സെക്കൻഡ്. ആദമിന്റെ വേഗതയേറിയ ഡ്രിഫ്റ്റിംഗ് ലാപ്പ് കൃത്യമായി അതുതന്നെ, 1 മിനിറ്റും 54 സെക്കൻഡ്. വ്യക്തമായും ഡ്രിഫ്റ്റിംഗ് വേഗതയുള്ളതായിരുന്നില്ല. അവസാനമായി ഒരു പ്രൊഫഷണൽ ഡ്രിഫ്റ്റ് മാസ്റ്റർ തന്നെ അന്തിമ പരിശോധനയ്ക്കായി ഇറങ്ങി. അദ്ദേഹത്തിന്റെ സാധാരണ ലാപ്പ് നീണ്ടുനിന്നു 1 മിനിറ്റും 47 സെക്കൻഡ്. പക്ഷെ അദ്ദേഹം ഡ്രിഫ്റ്റ് ചെയ്തപ്പോൾ അത് മുഴുവൻ 2 മിനിറ്റ് എടുത്തു. ഒരു പ്രൊഫഷണലിന് പോലും സാധാരണ വളവിനെ തോൽപ്പിക്കാൻ കഴിയാത്തപ്പോൾ ഡ്രിഫ്റ്റിംഗ് അടിസ്ഥാനപരമായി വളരെ മനോഹരമായി തോന്നുന്ന ഒരു ഫീ മൂവ്മെന്റ് മാത്രമാണ്. പക്ഷെ അത് നിങ്ങളെ ഒട്ടും വേഗതയുള്ളവരാക്കുന്നില്ല.